ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 156. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. റൂബിയോ വിജയൻസ, ആഗസ്റ്റ് 15, 1993. ഫീസ്റ്റ് ഓഫ് ദ അസംഷൻ ഓഫ് അവർ ലേഡി. 499. നിങ്ങൾ എല്ലാവരോടും ഒരുമിച്ച്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട മഹിമയേറിയ എൻ്റെ ശരീരത്തെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുക. നിങ്ങളുടെ സ്വർഗീയ അമ്മയാൽ പരിശുദ്ധ ത്രിത്വം ഇന്ന് മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ പിതാവ് തൻ്റെ അതിശ്രേഷ്ഠമായ സൃഷ്ടിയിൽ സന്തുഷ്ടചിത്തനാവുകയും തേജസ്സാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്ന തൻ്റെ ദിവ്യമായ ശക്തിയെയും മഹത്വത്തെയും കണ്ട് ധ്യാനനിരതനാകുകയും ചെയ്തിരിക്കുന്നു. പുത്രൻ സന്തോഷത്തോടു കൂടെ തന്നെ തൻ്റെ അടുത്ത് ഇരിക്കുകയും എല്ലാ വസ്തുക്കളുടെയും മേലുള്ള തൻ്റെ രാജകീയ അധികാരത്തിൽ പങ്കുചേരുകയും ചെയ്തു. അതോടൊപ്പം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സൃഷ്ടികളിൽ നിന്ന് ശ്രേഷ്ഠമായ തൻ്റെ വധുവിൽ പരിശുദ്ധാത്മാവ് മഹത്വീകൃതനാകുകയും ചെയ്തു. അതുകൊണ്ട് ഈ ദിവസത്തിൽ എൻ്റെ തേജസ്സിൻ്റെ കിരണങ്ങൾ നിങ്ങളിൽ ഞാൻ പ്രതിഫലിപ്പിക്കുകയും എല്ലാവരും എന്നോട് ചേർന്ന് എൻ്റെ മാതൃത്വ സാന്നിധ്യത്തിൽ പ്രകാശത്തിൽ നടക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ എൻ്റെ ശരീരത്തോടു കൂടിയുള്ള സ്വർഗത്തിലേക്കുള്ള ആരോഹണത്തിൻ്റെ നിഷ്കളങ്കമായ അവകാശത്താൽ ഭൂമിയിൽ തീർത്ഥാടകരായ എൻ്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും അടുത്തിരിക്കുവാൻ എനിക്ക് കഴിയും. അതുപോലെ തന്നെ വേദനിക്കപ്പെടുകയും വിഭജിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ബലിയർപ്പിക്കപ്പെടുകയും തുടർന്ന് വേദനാജനകമായ രക്തസാക്ഷിത്വത്തിലൂടെ കാൽവരിയിലൂടെയും ജീവിച്ചു വരുന്നവനായ സഭയ്ക്ക് ഞാൻ എന്നും സമീപസ്ഥയാണ്. ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യവർഗത്തിന് ഞാൻ സമീപസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ ദൈവത്തിൽ നിന്നും അകന്ന് പാപത്തിൻ്റെയും തിന്മയുടെയും വഴിയിലൂടെ നടക്കുന്നവർക്കും പകയിലും വിദ്വേഷത്തിലും കഴിയുന്നവർക്കും ഞാൻ സമീപസ്ഥയാണ്. വഴിതെറ്റിയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ സമീപസ്ഥയാണ്. ഞാൻ അവരെ മാനസാന്തരത്തിൻ്റെ അഥവാ അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ നയിക്കുകയും ദൈവത്തിന് അവരെ നൽകുകയും ചെയ്യും. രോഗികൾക്ക് സുഖവും സൗഖ്യവും നൽകി ദൈവത്തിൽ നിന്നും അകന്നവരെ വളരെ സ്നേഹത്തോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ നയിക്കും. ഈശ്വരൻ്റെ കാരുണ്യത്തിൽ അവിശ്വാസമുള്ളവർക്ക് പ്രത്യാശയും ഉറപ്പും ഞാൻ കൊടുക്കും. മരിക്കുന്നവർക്ക് ഞാൻ നിത്യസൗഭാഗ്യത്തിൻ്റെ വാതിൽ തുറന്നു നൽകും. എന്നാൽ നയിക്കപ്പെടുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ പിതാവിനോട് ഞാൻ പ്രത്യേക വിധത്തിൽ സമീപസ്ഥയാണ്. യേശുവും യേശുവിൻ്റെ സുവിശേഷത്തിന് വീരോചിതമായ സാക്ഷ്യത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നതിന് വേണ്ട ധൈര്യവും ശക്തിയും മെത്രാന്മാർക്കും വൈദികർക്കും ഞാൻ നൽകും. സന്യാസികൾക്ക് അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചാര്യം എന്നിവയിലൂടെ കുരിശിൻ്റെ പാതയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് ഞാൻ സഹായിക്കും. തന്നെയല്ല, എല്ലാ സാഹചര്യങ്ങളിലും ജ്ഞാനസ്നാന വാഗ്ദാനത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ വേണ്ട സകല അനുഗ്രഹങ്ങളും ഞാൻ എല്ലാ വിശ്വാസികൾക്കും നൽകും. ഇപ്പോൾ വലിയൊരു പരീക്ഷണ കാലഘട്ടം വന്നിരിക്കുന്നതിനാൽ പ്രത്യേക വിധത്തിൽ എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ അവസാന നിമിഷത്തിലെ വലിയ അനർത്ഥത്തിലും ശുദ്ധീകരണത്തിലും വലിയ ആശ്വാസത്തിൻ്റെയും സുനിശ്ചിതമായ പ്രത്യാശയുടെയും അടയാളമായിരിക്കും ഞാൻ നിങ്ങൾക്ക്. ബെപ്പു ഒയ്റ്റ, ജപ്പാൻ, സെപ്റ്റംബർ 8, 1993. നേറ്റിവിറ്റി ഓഫ് ദ ബ്ലെസ്സഡ് വെർജിൻ മേരി. 500. എളിമയുടെ വഴിയിൽ കൂടി. വാത്സല്യഭാജനങ്ങളായ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ ശിശുവായ അമ്മയിലേക്ക് നോക്കുക. ഞാൻ ഭൂജാതയായ ഉടനെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും സൗരഭ്യമുള്ള കിരീടം തൊട്ടിലിനരികിൽ വെച്ചുകൊണ്ട് വണങ്ങുന്ന നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. എളിമ, അല്പത്വം, വിധേയത്വം, അനുസരണം, ഇന്ദ്രിയ നിഗ്രഹം, പരിശുദ്ധി എന്നീ പാതകളിലൂടെ നിങ്ങളെ നയിക്കുന്ന അമ്മയാണ് ഞാൻ. ഓരോ ദിവസവും എളിമയുടെ വഴിയിലൂടെ എന്നെ അനുഗമിക്കുക. എന്തെന്നാൽ ഈ അവസാന നിമിഷം ദൈവത്തിൻ്റെ വിസ്മയാവഹമായ ഗുണവിശേഷത്തെപ്പറ്റി ധ്യാനിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു.
എൻ്റെ കുഞ്ഞുമക്കളെ, ദൈവം എപ്രകാരം തൻ്റെ ദാസിയുടെ എളിമ കണ്ടുവോ അപ്രകാരം ഇന്ന് ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും എളിമ കാണുന്നു. എളിമയുടെ വഴിയിൽ കൂടി വിനീതരാകാൻ പഠിക്കുക. ഇന്ന് എപ്പോൾ എൻ്റെ പ്രതിയോഗി അഹങ്കാരത്തിൻ്റെയും ഗർവിൻ്റെയും അരൂപിയിൽ ചരിക്കുന്നതിൽ വിജയിച്ചുവോ അപ്പോൾ സത്യത്തിൽ ചരിക്കുകയും ധൈര്യത്തോടെ അതിൻ്റെ പൂർണ്ണതയിൽ പ്രഘോഷിക്കുകയും ചെയ്യുക. ഈ അന്ധകാരത്തിൻ്റെ വിനാഴികയിൽ സുവിശേഷത്തിൻ്റെ എല്ലാ പ്രകാശവും നിങ്ങൾ എല്ലാവർക്കും നൽകുക. നിങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദമായി തീരും. നിങ്ങളാൽ സംസാരിക്കപ്പെടുകയും നിറവേറ്റപ്പെടുകയും മാത്രമല്ല, എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മൗനം വഴിയും അവിടുത്തെ വലിയ വിജയം സുശക്തവുമായി എതിരാളിയുടെ മേൽ കൈവരിക്കുന്നു. എളിമയുടെ വഴിയിലൂടെ വിധേയനാകാൻ പഠിക്കുക. ഈ അവസരത്തിൽ എപ്പോൾ എൻ്റെ പ്രതിയോഗി എതിർപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും ദൃഢപ്രതിജ്ഞയിലൂടെയും അധാർമികതയിലൂടെയും വളരെ പേരെ വഴിതെറ്റിക്കുന്നതിൽ വിജയിക്കുന്നുവോ അപ്പോൾ ശക്തമായ വിധേയത്വത്തിൻ്റെയും എളിമയുടെയും നല്ല മാതൃക കൊടുക്കുക. മാർപ്പാപ്പയോടും മാർപ്പാപ്പയുമായി ഐക്യത്തിൽ കഴിയുന്ന മെത്രാന്മാരോടും അനുസരണമുള്ളവരാകുക. വൈദിക ജീവിതത്തിന് ഉപകരിക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിക്കുക. കൂടുതൽ വെളിവാക്കപ്പെടുന്ന ദൈവ തിരുമനസ്സിനെ അനുസരിക്കുക. എന്തുകൊണ്ടെന്നാൽ ദൈവ തിരുമനസ്സിൻ്റെ പൂർണ്ണമായ സഫലീകരണത്തിലൂടെ സ്വർഗീയ പിതാവ് ദിവസവും നിങ്ങളിൽ മഹത്വീകരിക്കപ്പെടട്ടെ. എളിമയുടെ വഴിയിലൂടെ ശുദ്ധത അഭ്യസിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രതിയോഗി എല്ലാവരെയും പാപാന്തകാരത്തിലൂടെയും അസന്മാർഗത്തിലൂടെയും നയിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധതയിൽ നിലനിൽക്കുകയും പരിശുദ്ധവും കളങ്കരഹിതവുമായ ദൈവിക ജീവിതത്തിൻ്റെ നല്ല മാതൃക നൽകുകയും ചെയ്യുക. എല്ലാറ്റിനും ഉപരിയായി സന്തോഷത്തോടു കൂടെ നിൻ്റെ ബ്രഹ്മചര്യ വിധത്തിലുള്ള വിശ്വസ്തതയ്ക്ക് സാക്ഷ്യം നൽകുക. എന്തുകൊണ്ടെന്നാൽ വൈദികരുടെ ശരീരം എല്ലാ പ്രലോഭനങ്ങൾക്കും ലോകത്തിനും വേണ്ടി ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ശരീരമാകുന്നു. എൻ്റെ ജന്മദിനത്തിന് വളരെ മുൻപ് തന്നെ ഇതിനു വേണ്ടിയാണ് എൻ്റെ മകനെ നിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ദശലക്ഷക്കണക്കിന് നിൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴും പെഗനിസം, വിഗ്രഹാരാധന എന്ന അന്ധകാരത്തിൽ ആണ്ടുകിടക്കുമ്പോഴും അവർ ഏക ഇടയൻ്റെ കീഴിൽ പ്രവേശിക്കുന്നതിനുള്ള ആ വിനാഴികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ആ നല്ല ഇടയൻ്റെ ആശ്വാസപ്രദമായ വാക്കുകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതും നീ കാണുക. ഇന്ന് പ്രഖ്യാപിക്കുകയാണ്, ഈ വലിയ അത്ഭുതം ഉടനെ ഉണ്ടാകും. ഈ ലോകത്തിലെ തൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം വഴി പെഗനിസത്തിൽ കഴിയുന്ന രാജ്യം നല്ല ഇടയനായ യേശുക്രിസ്തുവിൻ്റെ ഗണത്തിലെ ഒരു ഭാഗമായി തീരും. ഈ ഒരു നിമിഷത്തിനായി എളിമയോടും പ്രത്യാശയോടും കൂടി ഒരുങ്ങുക. വിധേയത്വത്തോടുകൂടി നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വാക്കുകൾ ശ്രവിക്കുക. ഇന്നുണ്ടായിരിക്കുന്ന വലിയ പരീക്ഷണങ്ങളുടെ വിഷമകരമായ ഈ നാഴികയിൽ നിങ്ങളെ ഞാൻ കൈപിടിച്ച് നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് ദൈവവുമായി സന്ധിക്കുന്നതിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്നതിന് കൂടിയാണ്. ടോക്കിയോ, ജപ്പാൻ, സെപ്റ്റംബർ 15, 1993. ഫീസ്റ്റ് ഓഫ് അവർ ലേഡി ഓഫ് സോറോസ് 501. എൻ്റെ വലിയ ദുഃഖത്തിൻ്റെ കാരണം. ഇന്ന് മരിയൻ മൂവ്മെൻറ്റിൻ്റെ ജപ്പാനിലെ വൈദികരായ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈ പ്രാർത്ഥനാലയത്തിൽ സഹോദര്യത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ വലിയ ദുഃഖത്തിന് നിങ്ങൾ ആശ്വാസം പകരുന്നു. സുവിശേഷ സത്യത്തെക്കുറിച്ച് അറിയാത്തവരെ പറ്റിയും ഇപ്പോഴും പേഗനിസത്തിൻ്റെ അന്ധകാരത്തിൽ ആഴ്ന്നു കഴിയുന്ന എൻ്റെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പറ്റിയുമാണ് എൻ്റെ വലിയ ദുഃഖം. നിങ്ങളുടെ ഏകവിമോചകനും രക്ഷകനുമായി ഈ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിൽ വളരെ കുറച്ചു പേർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. കൂടുതൽ പേരും യേശുവിലൂടെയുള്ള വിശ്വാസത്തിൽ നിന്നും വളരെ അകലെയാണ്. പേഗനിസത്തിൽ കഴിയുന്ന എല്ലാവരെയും രക്ഷ കാംക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അമ്മയാണ് ഞാൻ ജീവൻ്റെയും നന്മയുടെയും വിത്തുകൾ അവരുടെ ഹൃദയങ്ങളിൽ പരിപോഷിപ്പിക്കും. ദൈവം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ മുദ്രണം ചെയ്ത നിയമങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നതിന് ഞാൻ അവരെ സഹായിക്കും. ഞാൻ അവരുടെ മനസ്സിൽ സത്യത്തിന് വേണ്ടിയുള്ള ദാഹം ജനിപ്പിക്കുകയും അങ്ങനെ സാവധാനം എൻ്റെ മകനുമായിട്ടുള്ള സമാഗമനത്തിനായി അവരെ നയിക്കുകയും ചെയ്യും. അങ്ങനെ അവരെ പൂർണ്ണമായി സുവിശേഷത്തിൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കുന്നത് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ അസാധാരണ ജോലിയായിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദനയിലൂടെയും വളരെ ക്രൂരമായ ക്ലേശത്തിൻ്റെ ഗത്സമനിയിലൂടെയും കടന്നു പോകുന്ന എൻ്റെ തിരുസഭയെക്കുറിച്ചാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം.
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കണ്ടുകാണും, ഇവിടെ ജപ്പാനിലും വിശ്വാസരാഹിത്യം മൂലവും വിപുലവും ഗഹനമായ തെറ്റുകളുടെ വ്യാപനം മൂലവും സഭ ഭീഷണിയിലാണെന്ന് മാർപ്പാപ്പയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭരണത്തിനും എതിരായിട്ടുള്ള എതിർക്കലിലും വൈപരീത്യ മൂലം സഭയുടെ ഐക്യത്തിന് തന്നെ വിഘ്നം സംഭവിച്ചിരിക്കുന്നു. ദൈവനിന്ദയും പാപത്തിൻ്റെ വ്യാപനവും മൂലം സഭയുടെ പരിശുദ്ധിക്ക് മങ്ങലേൽക്കുകയാണ്. അതുകൊണ്ട് സഭ ശക്തിഹീനയാണ്. സുവിശേഷവൽക്കരണം കൊണ്ടുള്ള മുന്നോട്ട് പോക്കലിന് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. എൻ്റെ വലിയ ദുഃഖത്തിന് കാരണം നിങ്ങളുടെ ഹൃദയങ്ങളുടെ കാഠിന്യവും നിങ്ങളുടെ സ്വർഗീയ അമ്മ ആവശ്യപ്പെടുന്നവ സ്വീകരിക്കാനുള്ള കഴിവില്ലായ്മയുമാണ്. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അത് ശ്രവിച്ചില്ല. സ്വർഗീയ അമ്മയായ എൻ്റെ ഇടപെടലിനെ അനന്യസാധാരണമായ അടയാളങ്ങൾ ഞാൻ നൽകിയിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എത്ര പേരാണ് അവരുടെ തന്നെ ഹൃദയ കവാടത്തിനരികിൽ എത്തിയിട്ടുള്ളത്? എത്ര പേരാണ് അവരുടെ ജീവിതത്തിൽ എന്നെ അമ്മയായി സ്വീകരിക്കാതിരിക്കുന്നത്? എൻ്റെ മകൻ്റെ കുരിശിന് താഴെ നിൽക്കുന്ന വ്യാകുല മാതാവിനെ പ്രതിനിധാനം ചെയ്യുന്ന ആ രൂപത്തിൻ്റെ കണ്ണിൽ നിന്ന് 100 പ്രാവശ്യത്തിൽ കൂടുതൽ ബഹുലമായ കണ്ണീർ വീഴ്ത്തുന്ന അനിതര സാധാരണമായ അടയാളങ്ങൾ ഞാൻ ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന 3 സന്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. വലിയ പരീക്ഷണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ വർഷങ്ങളിൽ ഞാൻ മുൻകൂട്ടി പറഞ്ഞവയെല്ലാം കടന്നുവരും. സഭയിൽ വലിയ മതഭിന്നതയും സ്വധർമ്മ പരിത്യാഗവും വരുവാൻ പോകുകയാണ്. ഈ സ്ഥലത്ത് വെച്ച് പറഞ്ഞ ആ വലിയ ശിക്ഷ വാതിൽക്കലെത്തിയിരിക്കുന്നു. അഗ്നി ആകാശത്ത് നിന്നിറങ്ങി മനുഷ്യവംശത്തിലെ വലിയൊരു പങ്കിനെ നശിപ്പിക്കും. രക്ഷിക്കപ്പെടുന്നവർ മരിച്ചവരെക്കുറിച്ച് അസൂയപ്പെടും. എന്തെന്നാൽ എല്ലായിടത്തും വിജനവും മരണവും അനർത്ഥവും ആയിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ആ ശിക്ഷയുടെ വിനാഴികയെ രക്ഷപ്പെടേണ്ടതിനും സംരക്ഷിക്കപ്പെടേണ്ടതിനും വേണ്ടി എൻ്റെ വിമല ഹൃദയത്തിൻ്റെ അഭയസ്ഥാനത്ത് നേരായ വഴിയിൽ കൂടി എല്ലാവരും പ്രവേശിക്കുവാൻ നിങ്ങൾ പറയുവിൻ. നിങ്ങളുടെ വേദനാജനകമായ അവസാന മണിക്കൂറിൽ സംരക്ഷിക്കപ്പെടേണ്ടതിനും ആശ്വസിപ്പിക്കപ്പെടേണ്ടതിനും നിങ്ങളെല്ലാവരെയും വിളിച്ച് തൻ്റെ മേൽക്കുപ്പായത്തിന് കീഴിൽ ഒരുമിച്ച് കൂട്ടുന്ന നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ അവസാന വിളിയുടെ സന്ദേശം നിങ്ങൾ എല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എത്രയോ വലിയ ദുഃഖത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചു, എങ്കിലും നിങ്ങൾ കേൾക്കുന്നില്ല. കണ്ണുനീരോടുകൂടി എൻ്റെ മുന്നറിയിപ്പുകൾ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു, എങ്കിലും നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് അമ്മ പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ മുന്നറിയിപ്പുകൾ നമുക്ക് സ്വീകരിക്കാം. അമ്മയുടെ മുന്നറിയിപ്പുകൾ സ്വീകരിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരമായി വിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ടും അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മയും ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിച്ചുകൊണ്ടും പരിഹാര പ്രവർത്തികൾ ചെയ്തുകൊണ്ടും ത്യാഗപ്രവർത്തികൾ ഏറ്റെടുത്തുകൊണ്ടും നന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ടും അമ്മയുടെ എളിയ സംഘത്തിൽ അംഗമാകാൻ നമുക്ക് ഓരോരുത്തർക്കും മനസ്സാ ശ്രമിക്കാം. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ കൃപയും കരുണയും നമുക്ക് യാചിക്കാം. അമ്മയുടെ വലിയ മാതൃക നമുക്ക് പിൻബലമായിരിക്കട്ടെ. സ്നേഹത്തോടെ മറ്റുള്ളവരെ കാണാനും അവർക്കെല്ലാം വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനും അനേകർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താൻ നമുക്ക് സാധിക്കട്ടെ. പേഗനിസത്തിൽ നിന്ന് ലോകത്തെ വിമോചിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അറിയാത്തവരെ ഈശോയെ അറിയാനിടയാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം വഹിക്കാം. നമ്മെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരാളോടെങ്കിലും ഈശോയെക്കുറിച്ച് പറയാൻ, ഈശോയെ നൽകുന്ന രക്ഷയെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കട്ടെ. ഏകരക്ഷകനും ലോകരക്ഷകനുമായ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കട്ടെ. കർത്താവിൻ്റെ തിരുഹൃദയം എല്ലായിടത്തും വിജയം വരിക്കട്ടെ. മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ആ വിജയത്തിനോട് ചേർന്നിരിക്കാം. ഈശോയുടെ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.